ഹലോ ഫ്രണ്ട്സ്, ഐ എം ബാബുനാരായണൻ ഫ്രം ആര്യ ഓർക്കിഡ്സ്. ഇന്ന് ഞങ്ങളൊരു പുതിയ വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചെടികളുടെ ഓഫറുകളോ അല്ലെങ്കിൽ ആര്യ ഓർക്കിഡ്സിൻ്റെ ഓഫറുകളോ അല്ലെങ്കിൽ ചെടിയുടെ ക്വാളിറ്റിയോ അതൊന്നുമല്ല ഞങ്ങൾ ഇത്തവണ ഇടുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെടികളെ ബാധിക്കുന്ന ഓർക്കിഡ്സിനെ, പ്രത്യേകിച്ച് ഡെൻഡ്രോബിത്തെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി മെയിലുകളും പിന്നെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ചെടികളുടെ ഡെൻഡ്രോബിത്തിൻ്റെ ഒക്കെ മൊട്ട് കരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് ഓർക്കിഡ്സ് വളർത്താനേ തോന്നുന്നില്ല. എത്ര രൂപ കൊടുത്തൊക്കെയാണ് ചെടികൾ വാങ്ങുന്നത്. പക്ഷേ നല്ലപോലെ ചെടി ഹെൽത്തിയായിട്ട് വളരുന്നുണ്ട്, മൊട്ട് കിട്ടുന്നില്ല, മൊട്ട് കരിഞ്ഞു. അതിനെന്തെങ്കിലും പ്രതീതിയുണ്ടോ? അല്ലെങ്കിൽ അതിനെ നമ്മളോട് പറയാം, നിങ്ങളൊരു വീഡിയോ ആണ് ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാം ഫുള്ളായിട്ട്. ഓരോ 1-2 വീഡിയോയിൽ നിങ്ങൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇടുകയാണെങ്കിൽ വലിയ ഉപകാരം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചവർക്കും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓർക്കിഡ്സിനെ ബാധിക്കുന്ന പല കീടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിലേറ്റവും നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അതായത് സ്നെയിൽ, ഒച്ച്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു സൈസ് മഞ്ഞ വണ്ട്, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ചെറിയ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ പുഴുക്കളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ വിശദമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, അത് പേടിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ മൊട്ട് കരിഞ്ഞു പോകുന്ന പ്രവണത എന്താണെന്ന് അറിയിച്ചാൽ അതിനെ ആക്രമിക്കുന്ന ഒരു കീടമുണ്ട്. ആ കീടം എന്താണെന്നറിയുകയും അതിൻ്റെ പ്രതിവിധി എന്താണെന്നും അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസറുമാണ് ഞങ്ങളുടെ ഈ വീഡിയോയിലുള്ളത്. ഇതൊന്നിനെയും ഇതിനേക്കാൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ജീവിയുണ്ട്. അതിൻ്റെ പേരാണ് ബ്ലോസം വിഡ്ജേഴ്സ്. സോ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിവിൻ പോളിയുടെ സിനിമയിൽ പറഞ്ഞ ആരാണ് മേരി എന്ന് ചോദിച്ചാൽ ആരാണ് ബ്ലോസം വിഡ്ജേഴ്സ്. അപ്പോൾ ആ ബ്ലോസം വിഡ്ജേഴ്സിൻ്റെ ഘടനയെക്കുറിച്ചും അതിൻ്റെ ലൈഫ് സ്പാനെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതെങ്ങനെയാണ് മുട്ടിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാനിന്ന് പ്രതിപാദിക്കുന്നത്. ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണം. ഇതൊരു അക്കാദമിക് ലെവലിൽ നിങ്ങൾ കണ്ട ഒരു കർഷകൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ട് വേണം കാണാൻ. മനസ്സിലായി? എനിക്ക് അക്കാദമിക്കായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റമോളജിസ്റ്റുകളൊക്കെ നല്ല പ്രഗത്ഭരായ എൻ്റമോളജിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലായി? അപ്പോൾ അവരുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് വല്ല ഗ്രാഹ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന കീടങ്ങൾ ഇതെങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നതെന്ന് പലർക്കും ഒരു ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. കാര്യം എല്ലാ ഇമ്പോർട്ടേഴ്സും കൂടുതൽ ചെടി വളർത്തുന്നവരുമൊക്കെ നേഴ്സറിക്കാരും ബാലൻസ് വരുന്ന ചെടികളിലൊക്കെ ഇതിൻ്റെ ആക്രമണം വന്നിട്ട് അവർക്ക് മൊട്ട് കിട്ടുന്നില്ല. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും. മനസ്സിലായി? മൊട്ട് കിട്ടുന്നില്ല, മൊട്ട് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ കരിഞ്ഞു പോകുന്ന മൊട്ടിനെ കോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാം. ഇത് ബാബുനാരായണൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അദ്ദേഹത്തിൻ്റെ ചെടി എൻ്റെ ചെടി ചിലവാക്കാനോ ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ചെടി വാങ്ങിക്കുക. ആര്യ ഓർക്കിഡ്സ് വന്ന് ചെടി വാങ്ങിക്കുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ചെടി വാങ്ങിക്കുന്ന ആരാണ്? ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചെടിയെ സ്നേഹിക്കുന്നവർ അത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രശ്നം വരുമ്പോഴേക്കിൻ്റെ പ്രതിധാനം, എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് ചെടികൾ മൊട്ട് കരിഞ്ഞ് പോകുന്നത്, അത് മനസ്സിലാക്കി. ഈ ബ്ലോസം വിഡ്ജസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് വൈറ്റ് ഫ്ലൈ ആണ്. ചെറിയ വൈറ്റ് ഫ്ലൈ, ഒരു വെള്ള പ്രാണിയാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ പേരയുടെ അടിയിലിരിക്കുന്നതാണോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയിൽ കാണുന്നത്? അല്ല. മനസ്സിലായേ? അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ബ്ലോസം വിഡ്ജസ് എന്ന് പറയുന്നത് ഒരു ടൈനി വൈറ്റ് ഫ്ലൈ ആണ്. അതിൻ്റെ ലൈഫ് സർക്കിൾ എന്ന് വെച്ചാൽ 20 ദിവസം കൊണ്ടാണ് ലൈഫ് സർക്കിൾ പൂർത്തിയാക്കുന്നത്. അത് 20 ദിവസം കൊണ്ട് ലൈഫ് സർക്കിൾ പൂർത്തിയാക്കും. 5 ദിവസം മാത്രമേ അഡൾട്ട് ജീവിച്ചിരിക്കുള്ളൂ. 5ാമത്തെ ദിവസം ഈ അഡൾട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ഒരഡൾട്ട് ഒരു ദിവസം 30 എഗ്ഗ് വെച്ചിടും. അപ്പോൾ 150 എഗ്ഗ് ഇട്ടതിന് ശേഷം ഒരഡൾട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോവുക. 150 എഗ്ഗ് കിടന്ന് അത് വിരിഞ്ഞിട്ട് അതിൻ്റെ ലാർവകൾ, അതിൻ്റെ മുട്ടുകളെ ഈ സാധനം വന്നിട്ട് നേരെ ഈ സ്റ്റേജിലുള്ള ചെടിയിലേക്ക് ചാടി വീഴുകയാണ്. നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്ന് ചാടി വീഴുന്ന ഇതിനകത്തൊക്കെയാണ്.
ഈ വീഴുന്ന ചെടിയിൽ നിന്ന് ഇവിടുത്തെ ഈ മുട്ടിലേക്ക് മറ്റേതിൻ്റെ മുട്ട വിരിയാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന മുട്ടകൾ വിരിയുക, ഇവിടെ മുട്ടയിടുവാണ്. ഈ മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഈ ചെടി തിന്ന് നശിപ്പിക്കും, ഈ മുട്ട മുഴുവൻ തിന്ന് നശിപ്പിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മൾ അറിയുന്നില്ല ഇതിനെക്കുറിച്ച്. ശരിക്കും രാത്രി ഇന്നലെ പോപ്പുലേഷൻ കൂടിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി ലെൻസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ചെറിയ പ്രാണികൾ, കുഞ്ഞ് വൈറ്റ് ഫ്ലൈ ഇരിക്കുന്നത് കാണാനൊക്കെ കൂടുതൽ ഇങ്ങനെ അറ്റാക്കുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ സ്റ്റേജിലാണ് ഇത് ആക്രമിക്കുന്നത് കൂടുതലായിട്ട്. മനസ്സിലായോ? അത് ആക്രമിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുട്ട് ഈ വിരിയുന്ന ഇവിടെ ഇടുന്ന ഈ അഡൾട്ട് എന്ന സാധനം അത് 5 ദിവസം ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ മുട്ടയിടുക. ഈ മുട്ട വിരിഞ്ഞിട്ട് ആ വിരിയുന്ന പുഴുക്കൾ ഇത് തിന്നുകയാണ്. തിന്നുമ്പോഴാണ് നമുക്ക് കരിഞ്ഞു പോകുന്നത് എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. കാര്യം ഇതെന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇത് കരിഞ്ഞു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ വളത്തിൻ്റെ വളം വയ്ക്കുന്ന അവിടെ പല മരുന്നുകൾ പറയും, അവർക്കറിയില്ലല്ലോ ഇത്. അപ്പോൾ ഇവർ പലതും കൊണ്ടുവന്ന് അടിച്ച് നോക്കും, ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനൊരു നടത്തിൻ്റെ ഒരു വീഡിയോ, ഞാൻ എല്ലാ വീഡിയോകളും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ വലിയ ആളൊന്നും അല്ലല്ലോ, ഒരിക്കലും നമുക്ക് പലരിൽ നിന്നും പലതും നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരൊക്കെ വീഡിയോ ഇടുന്നു അതെല്ലാം ശരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ഒരു നഴ്സറിയിലെ ഒരു മാഡം പറഞ്ഞിരുന്നത്, നിങ്ങൾക്കിങ്ങനെ എഫക്റ്റ് വരുവാണെങ്കിൽ അത് വെട്ടി അടുത്ത പുരയിടത്ത് ഇടുക. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് അറിയില്ല അതിൻ്റെ ദൂഷ്യം എന്നാണ്. അവിടുന്ന് അത് പറഞ്ഞ് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളിൽ വരുമ്പോൾ ആ ചെടികളിലെ മൊട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരത്തില്ല ഒരിക്കലും. ഇത് കണ്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിൽ ആ പ്രശ്നമില്ല. ഇതിൻ്റെ നെഗറ്റീവ് വശം പഠിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. കണ്ടോ, ഇങ്ങനെ മൊട്ട് കുഴപ്പമില്ല. ഇത് അഫക്റ്റ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ 1-2 മൊട്ട് പോലും കിട്ടിയില്ല. 1-2 മൊട്ട് കിട്ടും, ബാക്കി മുഴുവൻ കരിഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചെടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ കുഴപ്പം, പക്ഷേ പൂക്കൾ കിട്ടിയില്ല. ഇപ്പോൾ കൂട്ടത്തോടെ പൂത്ത് നിൽക്കുന്ന ചെടികളെ വിഷ്വൽ നിങ്ങൾ കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. അതുപോലെ ഇതുപോലെ നിൽക്കണം നമ്മുടെ ചെടികൾ. കണ്ടോ, ഇതിനകത്ത് 3-4 മുട്ടെല്ലാം കരിഞ്ഞ് വിട്ടിട്ട് 1-2 പൂവായിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറേ പേരിങ്ങനെ ചോദിക്കുക, ഇഷ്ടംപോലെ ചെടികളുണ്ട്, ഒരു മുട്ടും കിട്ടുന്നില്ല, എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. കാര്യങ്ങൾ അവർക്കത് ഒരു വീഡിയോയിലൂടെ അവർക്ക് കാണുമ്പോൾ ആൾക്കാർക്കത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി അതിനകത്തേക്കുള്ള വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഈ ബ്ലോസം മിഡ്ജസ് വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇത് ഓർക്കിഡ്സിനെ മാത്രം ബാധിക്കുന്ന കേസല്ലേ, നമ്മൾക്ക് പ്രശ്നമില്ലെന്ന് പറയും. എന്നാൽ ഓർക്കുക, ഇത് മുല്ല കൃഷിയെ ബാധിക്കും, ട്യൂബ്രോസിനെ ബാധിക്കും, ചില പച്ചക്കറിയെ ബാധിക്കും. മനസ്സിലായി? ഇതിൻ്റെ ഈ പോപ്പുലേഷൻ ആ സൈഡിൽ കൂടുന്ന ആ പ്രദേശത്തുള്ള. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മുടെ എല്ലാ ക്രോപ്പിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇത് വളരുവാണ്. ഇതെങ്ങനെയാണ് ഈ ബ്ലോസം മിഡ്ജസ് നമ്മുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ഗാർഡനിലേക്ക് ഇത് വരുന്നത്? അതായത് ഈ പ്ലാന്റ് ക്വാറൻറ്റൈൻ എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന ഒരു സാധനമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡക്ഷനിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുറച്ച് ഫലനോസിസൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർ. ഡെൻഡ്രോബിയത്തിൽ ഇതുവരെ ഇന്ത്യക്കാരും പ്രൊഡക്ഷനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നാണ്, തായ്ലൻഡ് പോലെ രാജ്യങ്ങളിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ വരുന്ന സാധനങ്ങൾ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ ക്വാറൻറ്റൈൻ 45 ഡേയ്സ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ക്വാറൻറ്റൈൻ 45 ഡേ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വരുമ്പോഴത്തേക്ക് ക്വാറൻറ്റൈൻ ചെയ്യാൻ നോക്കുമോ? 45 ദിവസം ക്വാറൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല. അതായത് 3-4 ഇമ്പോർട്ടേഴ്സ് കിടന്നിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. മനസ്സിലായോ? അവർ കൊണ്ടുവന്ന് നമ്മൾ ചെടികൾ വാങ്ങിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഇത് എവിടെ നിന്ന് വരുന്നെന്നോ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നോ അതൊന്നും ചെക്ക് ചെയ്യാനുള്ള കാര്യം നമ്മളെ പോലെ സാധാരണക്കാരനില്ല. അവൻ റോഡ് സൈഡിൽ ചെടി കൂട്ടി വെച്ചിരിക്കുമ്പോഴത്തേക്ക് അത് വാങ്ങിക്കുന്നു, അത് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നു. ചെടികൾ കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞാൽ അവൻ്റെ ചെടികളെല്ലാം നശിഞ്ഞു പോകുന്നു. ചെടികൾ നശിക്കില്ല, മുട്ട വരുന്നില്ല. ഇതിൻ്റെ അവൻ്റെ വീട്ടിലെ ക്രോപ്പിനെ കൂടി ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് 45 ഡേയ്സ് ക്വാറൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇപ്പോൾ ബാൻ ചെയ്തു. മനസ്സിലായോ? ഫ്ലവറിങ് പ്ലാന്റ്സ് ബാൻ ചെയ്തിട്ട് എന്തോ മിടുക്കന്മാരൊക്കെ മ്യാൻമാർ വഴിയൊക്കെ എങ്ങനെ സ്മഗ്ലിങ്ങിൽ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഗവൺമെൻറ് ഇത് കൊണ്ടുവരാൻ നോക്കിയാൽ അത് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പല കീടങ്ങളും ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയും. കാര്യം ഇത് വന്നിട്ട് ക്വാറൻറ്റൈൻ ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾക്കറിയാം 45 ദിവസം ഈ ചെടികൾ ക്വാറൻറ്റൈൻ ഷെഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ കിട്ടുമോ? അപ്പോൾ അവർ പുറത്തേക്ക് കിടക്കുമ്പോൾ ഒന്നും ഉണ്ടല്ലോ. മറിച്ച് സീലിങ്സ് വളർത്തുന്നു. ഞങ്ങൾ സീലിങ്സ് വളർത്തുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാമെല്ലാം ഈ ഡിസീസ് ഫ്രീ ഈ ഫാമായിട്ട്. ഇപ്പോൾ കേരളത്തിലെ ഡിസീസ് ഫ്രീ ഫാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ നോക്കിയിട്ട് എൻ്റെ മാത്രമേ ഉള്ളൂ. കാര്യം മറ്റുള്ള ഇമ്പോർട്ടേഴ്സിന് ഇവിടെ ചെന്ന് ഭയങ്കര പൊടിക്കൈകളൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാണ്ട് ഓപ്പണായിട്ട് വളർത്തുന്നവർ എല്ലാവരും ഇതിൻ്റെ എഫക്റ്റാണ്. എല്ലാ നേഴ്സറിക്കാർക്കും അറിയാം. അവർക്കൊന്നും ചെടി കിട്ടുന്നില്ല. പിന്നെ അവർ നിയർ ബ്ലൂമിങ് ഇറക്കുന്നു. നിയർ ബ്ലൂമിങ് ഇറക്കിക്കഴിഞ്ഞാലും എത്ര %, മൂന്നാമത്തെ കൺസ്യൂമെൻ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഈ ക്വാറൻറ്റൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ ബ്ലോസം മിഡ്ജസ് അത് കയറി പിടിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവ് വശം പഠിക്കാതെ ഇറങ്ങിയ കുറേ ഇമ്പോർട്ടേഴ്സ് ഉണ്ട്. അവർക്ക് ചെടി ചിലവാകുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അല്ലാണ്ട് അത് ആ ക്രോപ്പ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നുണ്ടോ, അതിൽ വന്നിട്ട് ഇത് മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഒന്നൊന്നുമില്ല. അത് നേഴ്സറിക്കാരെ ബാധിക്കും.
അതാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്താൽ കാണുക. കാര്യം വെച്ചാൽ നഴ്സറിക്കാരൻ്റെ ഒരു 100 ചെടി എടുത്ത് വെച്ചാൽ എല്ലാം വിറ്റ് പോകത്തില്ല. 10 ചെടി മിച്ചം വരും. അത് 10 പ്രാവശ്യം ആകുമ്പോഴേക്കും 100 ചെടിയാണ്. ഈ 100 ചെടിയിൽ നിന്ന് അവന് മുട്ട് കിട്ടത്തില്ല, മുട്ട് കരിഞ്ഞു പോയി. ഇത് അനുഭവിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാർ നഴ്സറിക്കാരുണ്ട്. കുറേ പേര് വൈൻഡപ്പ് ചെയ്ത് പോയി. ഓർക്കിഡ്സിൻ്റെ പരിപാടി നിർത്തിക്കളഞ്ഞു. കാരണം ഈ കുഞ്ഞു മുട്ട് വരുമ്പോൾ തന്നെ നടന്ന് പോവുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അനുഭവമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാതെ അനുഭവിച്ചിട്ടുള്ള കൂടുതൽ പിന്നെ ഒരു 10-15 ചെടിയുള്ളവർക്കൊന്നും ബാധിക്കില്ല കേട്ടോ. ഒരു വീട്ടിൽ 3-4 ചെടിയൊക്കെ അല്ലെങ്കിൽ അത് ബാധിക്കില്ല. കൂടുതൽ ചെടികൾ നഴ്സറിക്കാരാണ് കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ 10, 100, 150, 500 ചെടി വളർത്തുന്ന ചില വീട്ടുകാരുണ്ട്. അവർക്കൊന്നും മുട്ട് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരിക. ആദ്യമൊക്കെ നല്ലപോലെ പൂത്ത് നിൽക്കും. പിന്നീടാണ് ഇത് അതിൻ്റെ തനി സ്വരൂപം കാണിക്കുന്നത്. ഞങ്ങളൊക്കെ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ 32 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ കിടന്ന വർക്ക് ചെയ്യുന്ന ആളെ വേറെ പരിപാടിയൊന്നുമില്ല. ഓർക്കിഡ്സ് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെയൊക്കെ ബാധിച്ചു. കാര്യം ഞങ്ങൾക്ക് നല്ല പ്ലാന്റ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതെടുക്കാൻ ആളില്ല. ഞങ്ങൾക്ക് അങ്ങനെ തീരെ ചീപ്പ് കൊടുക്കാനൊക്കെ ഇവർ കൊണ്ടുവന്നിട്ട് അവിടെ ഡംപ് ചെയ്യണ ചെടി കൊണ്ടുവന്ന് ഈ ബ്ലോസം മിഡ്ജസ് വന്ന ചെടി കൊണ്ടുവന്ന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് എല്ലാം ഭയങ്കര കോമ്പറ്റീഷനായിട്ട് വിറ്റു. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് തന്നെ പറയാം. ദൈവപുത്രനായിട്ട് ഈ ബ്ലോസം മിഡ്ജസ് രംഗത്ത് വരുവാണ്. എല്ലാത്തിൻ്റെയും പെടലേക്ക് പരി കൊടുത്തു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞങ്ങളെ കൂട്ട് ഇങ്ങനെ വളർത്തി നീറ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് വളർത്തുന്ന വഴി മാത്രമേ ഇത്രയുള്ള ചെടികൾ ധൈര്യമായിട്ട് എടുക്കാം. കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ സെമിനാറിൽ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് പലരും ചോദിച്ചത് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം സാറെന്ന് ചോദിച്ചത്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികളുണ്ടല്ലോ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം. അത് കഴിയാവുന്നത് എടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും ആദ്യത്തെ റെമഡിയിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്. നിങ്ങൾ ഫ്ലവറിംഗ് തായ്ലൻഡിൽ നിന്ന് ഇല്ലീഗലായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾ എടുക്കാതിരിക്കുക. വിശ്വാസരായ നേഴ്സറി ചെന്നിട്ട് നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം. ഞങ്ങളുടെ ഫാമിലിക്ക് വരിക, ഞങ്ങൾ എൻട്രി ചെയ്യും. ഇവിടെ ബ്ലോസം മിഡ്ജസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ധൈര്യത്തിൽ ചോദിക്കണം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട. ചെടി കാണുമ്പോൾ അറിയാമല്ലോ ഇവർ ഈ മരുന്നെല്ലാം അടിച്ചു പിന്നെ ഭയങ്കരമായിട്ടിരിക്കുക. ലീഫല്ല, മുട്ടൊന്നും കാണില്ല, കരിഞ്ഞ് എല്ലാം കുറ്റിച്ചെടി പോലെ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടം പോലെ ഇരിക്കും. 10,000-കണക്കിന് ചെടികളെല്ലാം ഈ ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ വീട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ചെടി എടുക്കാതിരിക്കുക കഴിയാവുന്നത്. മനസ്സിലായോ? അപ്പോൾ വിശ്വസ്തമായിട്ട് നീറ്റായിട്ട് ഇത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ളവരെയാണ്. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ. സീലിങ്സ് കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ നശിപ്പിക്കാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഇരിക്കുന്ന മാത്രം ചെടിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മനോഹരമായി ഇത് കണ്ട ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മുട്ടുകളാണ്. ഇതെല്ലാം പൂത്ത് കഴിഞ്ഞ് എന്ത് മനോഹരമായിരിക്കും എന്നറിയാം. സെയിലായതുകൊണ്ട് ഇത് പോകും. ഞാനിപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചെടിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഇവിടെ വീഡിയോ ഇട്ടിരിക്കണം കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. അത്രയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. നിങ്ങളിപ്പോൾ ആര്യ ഓർക്കിഡ്സ് വന്ന് ചെടി എടുക്കുന്നത് ഞങ്ങളൊരു ഇൻസിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. അത് വേറെ, നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും എടുക്കുക. പക്ഷേ ഇത് എടുക്കുന്നവർക്ക് നിങ്ങളുടെ വീട്ടിൽ നല്ല ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോസം മിഡ്ജസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നഴ്സറിക്കാരാണ് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നത്. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോൺഫിഡോർ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും. കോൺഫിഡോർ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് പക്ഷേ അത് എങ്ങനെയുള്ളവർക്ക് 10-15 ചെടിയുള്ളവർക്കൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ സാധിക്കും. പിന്നെയും നിങ്ങൾ ഇതുപോലെ ഇല്ലീഗലായിട്ട് ഇറക്കുന്നതും ഈ ക്വാറൻറ്റൈൻ ചെയ്യാതെ ചെടികൾ വിൽക്കുന്നവരുടെ അടിക്കുക ചെന്നാണ് ചെടി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അവിടുത്തെ പോപ്പുലേഷൻ നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് കാരണം 10-15 ചെടികൾ കൂടുതൽ ചെടികളവരെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇതിന് ഒരു മരുന്നടിച്ചാലും മാറത്തില്ല. നമ്മൾക്ക് 26 വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ മരുന്നുകളും ബാൻ ചെയ്തു പോയി. കോൺഫിഡർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്കൊന്ന് അടിച്ചു കൊടുക്കാം. ചെറിയ കുറച്ച് ആൾക്കാർക്ക് ആണെങ്കിൽ 5-10 ചെടിയുള്ളവർക്കൊക്കെ അതിനകത്ത് തന്നെ രക്ഷപ്പെടാം. പിന്നെയും നിങ്ങളിങ്ങനെ വഴിയിൽ കാണുന്ന ചെടികൾ എടുത്ത് വയ്ക്കുക, ഇല്ലീഗലായിട്ട് വളർത്തുന്ന ചെടികൾ എടുത്ത് വയ്ക്കുക. ഈ ബ്ലോസം മിഡ്ജസിൻ്റെ പോപ്പുലാരിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വയ്ക്കുന്ന ചെടിയാണ്. പിന്നെ അതിൻ്റെ മുട്ടകൾ തന്നിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാർവകൾ 2 വർഷം വരെ മണ്ണിൽ കിടക്കും. മനസ്സിലായോ? അത്ര ഡേഞ്ചറാണ് ഈ സാധനങ്ങൾ. അപ്പോൾ ഇനി ചെയ്യുന്ന പിന്നെ വേറെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒറ്റ മാർഗ്ഗം റൊട്ടേറ്റിംഗ് കൾട്ടിവേഷനാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൊട്ടേറ്റിംഗ് കൾട്ടിവേഷൻ? അതായത് നമ്മൾ കംപ്ലീറ്റ് ഈ ഡെൻഡ്രോബിയം മാറ്റിയിട്ട് ആ സ്ഥലത്ത് 2 വർഷം വാഴയോ ചേമ്പോ കാച്ചിലോ ഒക്കെ വെച്ച് കൊടുക്കുക. നടക്കണ കാര്യമാണോ? അത് ഇല്ല. ഡെൻഡ്രോബിയം മുല്ല കൃഷി ചെയ്യുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ മുല്ല മാറ്റിയിട്ട് വാഴ വയ്ക്കാൻ 2 വർഷം അതിൻ്റെ ലാർവുകളെല്ലാം നശിച്ചു പോയിട്ട് പിന്നെ ഇത് ഡെൻഡ്രോബിയം ചെയ്യുന്നവർക്ക് നമുക്ക് നടക്കുന്ന കാര്യമല്ലത്. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരു തവണ ഫേസ്ബുക്കിലും കുറേ കാര്യങ്ങൾ എഴുതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മൾ ചെടി എടുക്കുമ്പോഴത്തേക്ക് ബ്ലോസം മിഡ്ജസ് ഇല്ലാത്ത സ്ഥലത്തു നിന്ന് തന്നെ ചെടി എടുക്കുക. ഏതെങ്കിലും നഴ്സറിയിൽ നിങ്ങൾ ചെടി എടുക്കണം, അവിടെ പോയിട്ട് കറക്റ്റായിട്ട് എടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം. അല്ലാത്ത ചെടികൾ കൊണ്ടുവന്ന് വച്ചിട്ട് വലിയ രീതിയിൽ ആൾക്കാർ ഭയങ്കര ഫ്ലവർ ഷോയിലൊക്കെ കൊണ്ടുവന്ന് ചെടികൾ വയ്ക്കും. മനസ്സിലായോ? അതിനകത്തൊക്കെ ഈ പ്ലാന്റ്സിനകത്തുണ്ട്. ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണെങ്കിൽ കറക്റ്റായിട്ട് ക്വാറൻറ്റൈൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് ഈ ഇതിന് മുട്ടയുണ്ടാകും. അത് ചാടി മുട്ടിൽ വീഴും, അത് വിരിയും, അതിൻ്റെ പൂ കരിച്ച് കളയും. പിന്നെ നമുക്കൊറ്റ മുട്ട് കിട്ടില്ല, 1-2 മുട്ട് കിട്ടും. ഇതുപോലെ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ നിൽക്കുന്ന മുട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ
ഇതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മളവിടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സാറേ ഇങ്ങനെ മുട്ട് കരിഞ്ഞു പോകണം, ഞങ്ങൾക്ക് മുട്ട് കിട്ടുന്നില്ല സാറിന്. അപ്പോൾ ഞാൻ ചോദിക്കും, എൻ്റെ അടിക്ക് അല്ല ഇവിടുന്ന് എടുത്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട ചെടികളുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ അവരുടെ ചെടികളുടെ മുട്ടിൽ അത് ബ്ലോസം ബിഡ്ജസിൻ്റെ മുട്ടകളുണ്ടായിരുന്നു. അത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പിന്നെ പിരിഞ്ഞ് വരാൻ കൊണ്ടാണ് നിങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫാമിലി ഏതെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും അറ്റാക്ക് കണ്ടോ? ഇത്ര 100% ഇതിലേക്ക് ഞങ്ങൾക്ക് പറയണമെങ്കിൽ ഡിസീസ് ഫ്രീ ഓർക്കിഡ്സ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അവകാശപ്പെടുന്നു. ലാർജസ്റ്റ് ഡിസീസ് ഫ്രീ ഓർക്കിഡ്സ് ഫാം ഇൻ കേരള. ദാറ്റ്സ് കോൾഡ് ആര്യ ഓർക്കിഡ്.